ഞാനിതിനെ വ്യക്തിപരമായ ഒരു മത്സരമായോ വ്യക്തിപരമായ ഒരു മഹാവിജയമായിട്ടോ അല്ല കാണുന്നത്. കേരളത്തിലാകെ ഇടതുപക്ഷത്തിന് വലിയ വിജയമുണ്ടായി. കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സജീവമായി ചർച്ച ചെയ്യപ്പെട്ടത് അഴിമതിയും ജനവിരുദ്ധ നയങ്ങളെയും വർഗീയതയും ഒക്കെ കുറിച്ചാണ്. ഈ വിഷയങ്ങളിലെല്ലാം കേരളീയർ ഇടതുപക്ഷം മുൻപോട്ട് വയ്ക്കുന്ന നിലപാടുകൾക്ക് അംഗീകാരം നൽകി. അഴിമതിക്കെതിരായ നിലപാട് സ്വീകരിച്ചു. ഇടതുപക്ഷത്തിന്റെ വികസന കാഴ്ചപ്പാടുകൾക്ക് അംഗീകാരം നൽകി. അതിന്റെ പ്രതിഫലനമാണ് തൃപ്പൂണിത്തറയിലുണ്ടായത്. തീർച്ചയായും തൃപ്പൂണിത്തറയിലെ ജനങ്ങളെ കേരളത്തിലെ മറ്റെല്ലാ മണ്ഡലങ്ങളിലെയും ജനങ്ങളോടൊപ്പം അഭിവാദ്യം ചെയ്യുന്നു. തൃപ്പൂണിത്തറയിൽ ഇടതുപക്ഷം പരാജയപ്പെട്ടിരുന്നെങ്കിൽ അത് കേരള രാഷ്ട്രീയത്തിന് തെറ്റായ ഒരു സന്ദേശം പകർന്നു നൽകുമായിരുന്നു. അപ്പോൾ തൃപ്പൂണിത്തറയിലെ ജനങ്ങളും അഴിമതിക്കെതിരായ വികസനത്തിന് വേണ്ടിയുള്ള ശരിയായ നിലപാട് സ്വീകരിച്ചു. ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത അതാണ്. അഴിമതിക്കെതിരെയുള്ള വിജയമാണ്. തീർച്ചയായിട്ടും കേരളത്തിലാകെയുള്ള വിജയം പ്രധാനമായും അഴിമതിക്കെതിരായും അതോടൊപ്പം UDF ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായുമുള്ള വിധിയെടുത്ത് എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷം മുൻപോട്ട് വെക്കുന്ന ഭാവി കേരളത്തിനും വികസന കാഴ്ചപ്പാടുകൾക്കും ജനങ്ങൾ അംഗീകാരം നൽകി എന്നാണ് അർത്ഥം. ബാബുവിനൊപ്പം തന്നെ പാർക്കോണിൽ പേര് കേട്ട ആളാണ് മാണി. പക്ഷെ മാണി വിജയിച്ചു കയറിയിരിക്കുകയാണ്. ഇതില് അഴിമതിക്കെതിരായ പൊതു നിലപാട് കേരളം സ്വീകരിക്കുമ്പോൾ തന്നെ ഇപ്പൊ നിങ്ങൾ ചോദിച്ച പോലെ ചില മണ്ഡലങ്ങളിലും കൂടി ജയിക്കേണ്ടതായിരുന്നില്ലേ എന്ന സംശയം തീർച്ചയായും ആയിരുന്നു. അപ്പോൾ ഓരോ മണ്ഡലത്തിലും അവിടുത്തെ വിധിയെ നിർണ്ണയിച്ച ചില പ്രത്യേക സാഹചര്യങ്ങൾ കൂടി ഉണ്ടാവാം. അതെല്ലാം വരുന്ന ദിവസങ്ങളിൽ നമുക്ക് സൂക്ഷ്മമായി പരിശോധിച്ച് മാത്രമേ പറയാൻ സാധിക്കൂ. എന്തായാലും കേരളത്തിൽ നല്ല തിളക്കമാർന്ന വിജയമാണ് ഇടതുപക്ഷത്തിനുണ്ടായിട്ടുള്ളത്. അതെ അതെ, ആ വാർത്ത തീർച്ചയായും കേരള രാഷ്ട്രീയത്തിന് സ്വീകാര്യമായ ഒരു വാർത്തയല്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം സംഘപരിവാർ ശക്തികൾ കേരളത്തിൽ സ്വാധീനമുറപ്പിക്കാൻ പാടില്ലാത്തതാണ്, അല്ലെങ്കിൽ കേരളം അതിന് പറ്റിയൊരു മണ്ണല്ല. നേമത്ത് എന്താണ് സംഭവിച്ചതെന്ന് നോക്കണം. നേമത്ത് 3-ാം സ്ഥാനത്ത് പോയിട്ടുള്ളത് നമ്മുടെ സുഹൃത്തുക്കളാണ്, കോൺഗ്രസ്സാണ്, UDF ആണ്. അപ്പോൾ അവിടെ ഇപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ NDA സ്ഥാനാർത്ഥി മുൻപോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഇവരുടെ പിന്തുണ എത്ര ഉണ്ട് എന്നെല്ലാം പരിശോധിക്കേണ്ടതായിരിക്കുന്നു. അത് നമുക്ക് പരിശോധിച്ചിട്ട് പറയാം. ഈ മണ്ഡലത്തിൽ സ്ഥിരമായി താമസമാരി അങ്ങനെ അല്ല, അത് തീർച്ചയായിട്ടും തൃപ്പൂണിത്തറയിൽ തന്നെ ഉണ്ടാവുമല്ലോ. തൃപ്പൂണിത്തറയിലെ MLA തൃപ്പൂണിത്തറയിൽ ഉണ്ടാവും. തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് നിങ്ങൾ കാണേണ്ടത് കഴിഞ്ഞ നീണ്ട കാലമായിട്ട് അവിടെ UDF ജയിക്കുന്ന ഒരു മണ്ഡലമാണല്ലോ. ആ മണ്ഡലത്തിൽ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ആദ്യഘട്ടം മുതൽ തന്നെ തെറ്റായ പ്രചരണ രീതിയാണ് UDF സ്വീകരിച്ചത്. പ്രത്യേകിച്ച് UDFന്റെ സ്ഥാനാർത്ഥി വളരെ അനുഭവവും പരിചയവും എല്ലാമുള്ള മന്ത്രിയായിരുന്ന ഒരാൾ ആ രീതിയിലായിരുന്നില്ല പോകേണ്ടത്. ഒരിക്കലും രാഷ്ട്രീയ വികസന കാര്യങ്ങളല്ല ചർച്ച ചെയ്തത്. വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ, അപരനെ നിർത്തുന്നത് പോലെയുള്ള തരം താഴ്ന്ന കളികൾ, ഇങ്ങനെയുള്ള എല്ലാം പയറ്റിയതാണ് അവിടെ. അപ്പോൾ അതിനെല്ലാം അതിജീവിച്ച് നല്ല ഭൂരിപക്ഷമാണ് അവിടുത്തെ ജനങ്ങൾ തന്നത്. തൃപ്പൂണിത്തറയെ സംബന്ധിച്ചിടത്തോളം മികച്ച ഭൂരിപക്ഷമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും. എത്ര പിടിച്ചു ഞാൻ അന്വേഷിച്ചിട്ടില്ല. ആ 500ന്റെ ഔദ്യാര്യത്തിൽ ജയിക്കാൻ പറ്റുമെന്നാണ് അദ്ദേഹം നോക്കിയത്. അത് നിർഭാഗ്യവശാൽ അതിന് സാധിച്ചില്ല.